തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മാസ്കറ്റ് ഹോട്ടലിലേക്ക് ഗവർണർ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നതാണ്. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് തൈക്കാട് നിന്ന് മാസ്കറ്റ് ഹോട്ടലിലേക്ക് നേരത്തെ പുറപ്പെട്ടത്. അവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, ഗവർണർ എപ്പോഴെത്തിച്ചേരും എന്നുള്ളതാണ്. അവിടുത്തെ സുരക്ഷ എങ്ങനെയാണ്? അനുജ 5 മണിയോടുകൂടി ഗവർണർ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട അധികൃതരും ഒപ്പം പോലീസ് ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നത്. ഈ നേരത്തെ നമ്മൾ ഈ പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ്. നമ്മൾ ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഗവർണർ എത്തുന്നതിന് മുമ്പ് SFIയുടെ ഈ സംഭാരവുമായുള്ള പ്രതിഷേധം, അത് പോലീസ് വലിയ രീതിയിൽ അതിൽ ഇടപെടുകയും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ കൊല്ലത്ത് നടന്ന പ്രതിഷേധം, ഇതൊക്കെ മുന്നിൽ കണ്ടാണ് പോലീസ് മസ്കറ്റ് ഹോട്ടലിന് പരിസരത്തും വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേക സംഘത്തിൻ്റെ സുരക്ഷ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗവർണറോട് പ്രതികരണം തേടിയിരുന്നു. ആ സമയം ഗവർണർ പ്രതികരിച്ചത് മസ്കറ്റ് ഹോട്ടലിൽ തനിക്ക് മറ്റൊരു പരിപാടിയുണ്ട്, ഇവിടെ പ്രതികരിക്കാമെന്നാണ്. ഇന്ന് ഉച്ച മുതൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് എന്തൊക്കെയാണ് പ്രതികരിക്കാനുള്ളത്, എന്തൊക്കെ പറയാനുണ്ടെന്നുള്ള കാര്യം ഉൾപ്പെടെ ഈ മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടിക്ക് ശേഷമോ അല്ലെങ്കിൽ പരിപാടിക്ക് മുൻപോ ഗവർണർ മാധ്യമങ്ങളോട് പറയുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അവിടെയും പ്രതിഷേധമുണ്ടാകാനൊക്കെയുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ പോലീസ്? ഈ SFI സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഉച്ചയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീർന്നത്. അതുകൊണ്ട് തന്നെ വ്യാപകമായൊരു സമരത്തിന് അല്ലെങ്കിൽ വ്യാപകമായൊരു പ്രതിഷേധം ഗവർണർക്കെതിരെ നടത്താൻ തന്നെയാണ് SFI നേതൃത്വത്തിൻ്റെയും തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഈ മസ്കറ്റ് ഹോട്ടലിലും അല്ലെങ്കിൽ ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിലുമൊക്കെ പ്രതിഷേധത്തിനുള്ളൊരു സാധ്യത പോലീസ് കാണുന്നത്. അത് മുന്നിൽ കണ്ട് അതുകൂടി കണക്ക് കൂട്ടിയിട്ടാണ് നിലവിൽ പോലീസിനെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ്. മസ്കറ്റ് ഹോട്ടലിൻ്റെ പരിസരത്തും ഇത്തരത്തിൽ കരിങ്കൊടി ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടക്കാനുള്ള സാധ്യതയും പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് വലിയൊരു പോലീസ് സംഘം പല ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ SFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയാണെങ്കിൽ അവരെ നേരത്തെ തന്നെ മാറ്റാനുള്ള ഒരു തീരുമാനവും പോലീസിൻ്റെ ഭാഗത്തുണ്ട്. ഉച്ചയ്ക്ക് നമ്മളത് കണ്ടതാണ്. അതായത് ഗവർണർ എത്തുന്നതിന് കുറച്ച് സമയം മുൻപ് തന്നെ ഈ പോലീസ് ഈ പ്രവർത്തകർക്ക് അടുത്തെത്തുകയും അവരെ പിടിച്ചു മാറ്റുകയും പ്രവർത്തകർ അത് വലിയ രീതിയിൽ ഒരു തർക്കമാവുകയും പിന്നാലെ ബലം പ്രയോഗിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതുമായ ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി കണക്കിലെടുത്താണ് നിലവിൽ മസ്കറ്റ് ഹോട്ടലിന്റെ പരിസരത്തും ഒപ്പം രാജ്ഭവനിൽ നിന്നാണ് ഗവർണർ വരുന്നതെങ്കിൽ വരുന്ന വഴിയിലും ഉൾപ്പെടെ ഈ പോലീസിന്റെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്കായി.